എറണാകുളത്ത് ഇന്നലെ അഭിഭാഷകരും വിദ്യാർത്ഥികളും തമ്മിൽ വലിയ സംഘർഷമായിരുന്നു. ജില്ലാ കോടതിയിലെ ബാർ അസോസിയേഷൻ ആഘോഷത്തിനിടെയാണ് ഈ സംഘർഷമുണ്ടായത്. മഹാരാജാസിലെയും ലോ കോളേജിലെയും 8 SFI വിദ്യാർത്ഥികൾക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ അനാവശ്യമായി പ്രകോപനം ഉണ്ടാക്കിയെന്നാണ് അഭിഭാഷകർ ആരോപിക്കുന്നത്. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രനാണ് നൽകുന്നത്. അമൽ, രാത്രി വൈകിയും സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് പുതിയ വിവരങ്ങൾ? ആ മേഖലയിൽ കൂടുതൽ പോലീസ് വിന്യാസമൊക്കെ ശക്തമാക്കിയിട്ടുണ്ടല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അമൽ? വിജയകുമാർ, ഇന്നലെ രാത്രി ഏറെ വൈകി, അതായത് ഏകദേശം 3 മണിയോടെ വരെ ഇവിടെ സംഘർഷ സാധ്യതകളെല്ലാം നിലനിൽക്കുന്നു. ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സന്നാഹം ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ സംഘർഷത്തിന് അയവുണ്ടാവാത്ത സ്ഥിതി ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുന്നേ കിട്ടിയ വിവരങ്ങൾ വെച്ച് ലോ കോളേജിലെയും മഹാരാജാസിലെയും കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നത് മഹാരാജാസിലെ കുട്ടികളാണ് അഭിഭാഷകരുമായിട്ടുള്ള സംഘർഷത്തിന് ഇടപെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും എറണാകുളം ജില്ലാ കോടതിയുടെ വളപ്പിലുള്ള ബാർ അസോസിയേഷന്റെ ഒരു പരിപാടിയായിരുന്നു ഒരുമ 2025 എന്ന പരിപാടി. ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ആ ഒരു ഭക്ഷണം കഴിക്കുവാനുമായിട്ട് ഈ പരിസരങ്ങളിലുള്ള വിദ്യാർത്ഥികളെല്ലാം ഇവിടെ എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇന്നലെയും അതുപോലെ തന്നെ അവരെത്തിയിരുന്നു. പക്ഷേ ഇതേ തുടർന്ന് ഇവിടെ DJ പാർട്ടി ഉണ്ടായിരുന്നു. ഈ DJ പാർട്ടിയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ഇവിടെ വനിതാ അഭിഭാഷകർ അടക്കം ഉണ്ടായിരുന്നവരോട് മോശമായി പെരുമാറുകയും ചെയ്തതാണ് സംഘർഷത്തിന് കാരണം എന്നാണ് അഭിഭാഷകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആരോപണം. എന്നാൽ ഇതിന് തീർത്തും വിരുദ്ധമായിട്ടുള്ള ആരോപണമാണ് മഹാരാജാസിലെ വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ചും SFI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളിൽ പെട്ട വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് അഭിഭാഷകർ എല്ലാം മദ്യലഹരിയിലായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മഹാരാജാസ് കോളേജ് വളപ്പിൽ ഒരു ആഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ എത്തിയ ഈ അഭിഭാഷകർ മദ്യപിച്ച് അവിടെ എത്തിയ അഭിഭാഷകർ വിദ്യാർത്ഥിനികളോടക്കം മോശമായി പെരുമാറി. ഇതേ തുടർന്നാണ് അത് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് തങ്ങൾ ഈ അഭിഭാഷകരുടെ ബാർ കൌൺസിലിന്റെ ഈ ഒരു പരിപാടി നടക്കുന്ന ഈ കോടതി വളപ്പിലേക്ക് എത്തിയത് എന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം എന്ന് പറയുന്നത്. ഏതായാലും വളരെ സംഘർഷഭരിതമായിരുന്നു ഇന്നലെ രാത്രി എന്ന് നമുക്ക് പറയാൻ. ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ പരിസരങ്ങളിലും മറ്റും രക്തത്തുള്ളികൾ വീണ് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്നലെ മഹാരാജാസിൽ നിന്ന് വിദ്യാർത്ഥികൾ എത്തി ഇവിടെ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന സ്റ്റേജിന്റെ പല ഭാഗങ്ങളും അല്ലെങ്കിൽ കസേരകൾ അടക്കം തല്ലി തകർക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് പോലീസുകാർക്ക് പോലും മർദ്ദനമേൽക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. 2 പോലീസുകാരുടെ തലയിൽ ഹെൽമറ്റ് കൊണ്ട് അടിക്കുന്ന ഒരു ദൃശ്യങ്ങളെല്ലാം ഇന്നലെ പുറത്തു വന്നിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഈ ജില്ലാ കോടതിയും മഹാരാജാസും തമ്മിൽ ഒരു മതിലിന്റെ അകലം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് രണ്ടിടത്തേക്കും വേഗത്തിൽ തന്നെ ആളുകൾക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഏതായാലും 8 വിദ്യാർത്ഥികളെ ജനറൽ ആശുപത്രിയിലും 12ഓളം വരുന്ന അഭിഭാഷകരെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അഭിഭാഷകരുടെ മെഡിക്കൽ പരിശോധനകൾ നടത്തണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അഭിഭാഷകർ ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്നത്. രാത്രി വൈകി ഏതാണ്ട് ഒരു 3 മണി 4 മണി വരെയൊക്കെ ഈ സംഘർഷം ഉണ്ടായിരുന്നു. പോലീസിനെയും ആക്രമിച്ചിട്ടുണ്ട്. ഹെൽമറ്റ് ഊരി തലക്കടിക്കുന്നു. ഇപ്പൊ അമൽ പറയുന്ന അവിടെയൊക്കെ രക്തത്തുള്ളികൾ വീണ് കിടക്കുന്നു പലയിടത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ സമഗ്രമായ പരിശോധന നടക്കേണ്ടതുണ്ട്.